Hello dears, this is the second part of the topic logical operators. In this lecture we will discuss the two basic logical connectives, exclusive OR and negation. In the previous lecture we have discussed about two basic logical operators or logical connectives which are conjunction and disjunction. Today we can discuss the other two basic logical connectives which are exclusive OR and negation. Exclusive OR and negation. Now what is exclusive OR? ഈ OR എന്നുള്ള കണക്റ്റീവ് നമ്മൾ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. OR എന്നുള്ള കണക്റ്റീവ് നമ്മൾ രണ്ട് തരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് രണ്ട് പ്രൊപ്പോസിഷൻസ് ആണ് P ആൻഡ് Q എന്നെങ്കിൽ P or Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ പറയാം. ഒന്ന് P or Q or both. P or Q or both. ഓക്കെ, ഇങ്ങനെ ഒരു സെൻസിൽ പറയാൻ പറ്റും. അതിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ആയാൽ മതി. പി ഓ ക്യൂ ട്രൂ ആയാൽ മതി. പി ഓർ ക്യൂ ഓർ ബോത്ത് എന്നുള്ള സെൻസിൽ ഇത് പറയാം. വേറെ വേയിൽ പറയുന്നതെന്ന് വെച്ചാൽ പി ഓർ ക്യൂ എന്നുള്ളതിനെ തന്നെ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. ഓക്കെ, പി ഓ ക്യൂ ഓ പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് എന്താവാൻ പാടില്ല, ശരിയാവാൻ പാടില്ല. ആ സെൻസിൽ നമുക്ക് ഓർ എന്നുള്ള കണക്റ്റീവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ പറയുന്നത് പി ഓർ ക്യൂ ഓർ ബോത്ത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. പി ഓ ക്യൂ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. ഓക്കെ, അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന്, അതായത് എക്സാക്ട്ലി വൺ ഓഫ് ദി ടു പ്രൊപ്പോസിഷൻസ് ഷുഡ് ഹോൾഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓറിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ, Tom likes ghee rice for lunch or Tom likes chapati for lunch. Second one, Sam will play or go to matinee at 3 p.m. today. Okay. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ ഉപയോഗിച്ച കണക്റ്റീവ് എന്താണ്, ഓർ എന്നുള്ള കണക്റ്റീവാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ രണ്ട് സെൻറ്റൻസിൽ. ഓക്കെ, പക്ഷേ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ടോം ലൈക്സ് ഗീ റൈസ് ഫോർ ലഞ്ച് ഓർ ടോം ലൈക്സ് ചപ്പാത്തി ഫോർ ലഞ്ച്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ടോം ലൈക്സ് ഗീ റൈസ് ഫോർ ലഞ്ച് ഓർ ടോം ലൈക്സ് ചപ്പാത്തി ഫോർ ലഞ്ച് ഓർ ബോത്ത്. ടോമിന് വേണമെങ്കിൽ ചപ്പാത്തിയും അതുപോലെ തന്നെ ഗീ റൈസും ഒരുമിച്ച് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഇഷ്ടപ്പെടാം. അങ്ങനെയുള്ള കേസ് ഇതിൽ വരുന്നുണ്ട്. ദിസ് ഓർ ഈസ് യൂസ്ഡ് ഇൻ ഇൻക്ലൂസീവ് സെൻസ്. ഇൻക്ലൂസീവ് സെൻസ്. ഓക്കെ, രണ്ടാമത്തേലാണെങ്കിലോ സാം വിൽ പ്ലേ ബാഡ്മിൻ്റൺ ഓർ ഗോ ടു മാറ്റിനി അറ്റ് 3 p.m. ടുഡേ. ഇന്ന് 3 മണിക്ക് സാമിന് ഒന്നെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാം അല്ലെങ്കിൽ മാറ്റിനിക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. 3 മണിക്ക് ഒരാൾക്ക്, അതായത് സാമിന് ബാഡ്മിൻ്റൺ കളിക്കുകയും അതോടുകൂടെ മാറ്റിനിക്ക് പോവുകയും പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്നേ ഇതിൽ നടക്കുള്ളൂ. ഓക്കെ, അതായത് ഐദർ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. അതാണ് ഇതിൽ വരിക. ഒന്നെങ്കിൽ ഇത് നടക്കും അല്ലെങ്കിൽ ഇത് നടക്കും. ഓക്കെ, രണ്ടും കൂടെ ഒരുമിച്ച് എന്താവില്ല, ഹോൾഡ് ആവില്ല. ഓക്കെ, ഹിയർ വി യൂസ്ഡ് ഓർ ആസ് എക്സ്ക്ലൂസീവ് സെൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഡിസ്ജങ്ഷനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ ഓർ എക്സ്ക്ലൂസീവ് ഓർ. എക്സ്ക്ലൂസീവ് disjunction or exclusive OR, and it is denoted by, suppose if P and Q are two propositions, then the exclusive OR or the exclusive disjunction of P and Q denoted by Px or Q, Px or Q, and is defined by P or Q but not both. P or Q but not both. അപ്പോൾ ഈ ടൈപ്പ് ഡിസ്റ്റിങ്ഷനെ പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ. ക്ലിയർ? ലെറ്റ് P and Q be two propositions or exclusive OR of P and Q denoted by
P XOR R Q and is the compound proposition P or Q but not both. Okay. സാധാരണ നമ്മൾ ഡിസ്റ്റിങ്ഷനിൽ എന്തുണ്ടായിരുന്നു പി ഓർ ക്യൂ എന്ന് മാത്രമേ ഉള്ളൂ പി ഓർ ക്യൂ പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദിസ് വാസ് അവർ ഡിസ്റ്റിങ്ഷൻ റൈറ്റ്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവാം പി ഓർ ക്യൂ ഓർ ബോത്ത്. ഓക്കെ. അപ്പോൾ ഈ കേസിൽ എക്സ്ക്ലൂസീവ് ഓറിൽ എന്തായിരിക്കും പി ഐദർ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത് ഏതെങ്കിലും ഒന്നേ എന്താകാൻ പറ്റുള്ളൂ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ. സോ വി ക്യാൻ ഡിസ്കസ് സം എക്സാമ്പിൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച അതേ എക്സാമ്പിൾസ് തന്നെ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ലെറ്റ് പി the proposition p is 5 greater than 4 and the proposition q is 2 plus 9 equal to 11. Then what about the exclusive OR proposition here? The p XOR q is nothing but 5 greater than 4 or 2 plus 9 equal to 11 but not both. ഒന്നുകിൽ പി അല്ലെങ്കിൽ ക്യൂ ബട്ട് നോട്ട് ബോത്ത് ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. ഓക്കെ. സോ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് പി എന്നുള്ള പ്രൊപ്പോസിഷൻ ഇത് ട്രൂ പ്രൊപ്പോസിഷൻ അല്ലേ. ഒരു ട്രൂ പ്രൊപ്പോസിഷൻ ആണ്. 5 ഗ്രേറ്റർ ദാൻ 4 ആണെന്ന് നമുക്കറിയാം. സോ ഇറ്റ്സ് എ ട്രൂ പ്രൊപ്പോസിഷൻ. സെക്കൻഡ് ക്യൂ ഇസ് എ 2 plus 9 is equal to 11. ഇതും എന്തെങ്കിലും ഒരു ട്രൂ പ്രൊപ്പോസിഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും 5 ഗ്രേറ്റർ ദാൻ 4 ഓർ 2 plus 9 equal to 11 but not both. ഇത് രണ്ടും ശരിയാണ്. അപ്പോൾ ഇതെന്തായിരിക്കും ഇതൊരു ഫോൾസ് പ്രൊപ്പോസിഷൻ ആണ്. ഫോൾസ് പ്രൊപ്പോസിഷൻ. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ട്രൂത്ത് വാല്യൂ ഓഫ് പി ടി ആണ്. അതുപോലെ തന്നെ ട്രൂത്ത് വാല്യൂ ഓഫ് ക്യൂ ട്രീ ആണെങ്കിൽ ട്രൂത്ത് വാല്യൂ ഓഫ് എക്സ്ക്ലൂസീവ് ഓർ വിൽ ബി ഫോൾസ്. ഓക്കെ. കാരണം എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പി ആയിരിക്കണം അല്ലെങ്കിൽ ക്യൂ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാൻ പാടില്ല. So truth value of P Tയും truth value of Q Tയും ആണെങ്കിൽ truth value of exclusive OR will be F ആയിരിക്കും. Okay. Now second example, P is 7 is a prime number, Q 4 is a prime number. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ the exclusive OR statement will be or proposition will be 7 is a prime number or 4 is a prime number but not both. Okay. നമുക്കറിയാം ഇതിൽ ഇതാണ് exclusive OR statement of this P and Q. So the proposition P is 7 is a prime number. ഇത് ഒരു true statement ആണ്. Q എന്നുള്ളത് 4 is a prime number. It's a false statement or false proposition ആണ്. What about the exclusive OR proposition P XOR Q? That is 7 is a prime number or 4 is a prime number but not both. It is true. So ഇത് ഒരു true statement ആണ്. ഇതും ഒരു this is a false statement or false proposition. So the exclusive OR statement will be 7 is a prime number, it is true, or 4 is a prime number, it is wrong but not both. So it is a true proposition, right? So P എന്നുള്ളത് true ആണ്, Q എന്നുള്ളത് false ആണെങ്കിൽ P XOR Q is T, right? Now third one is let P 2 plus 3i is a real number and the proposition Q is 2 is a rational number. Okay. Then what about P XOR Q? That is 2 plus 3i is a real number or 2 is a rational number but not both. Okay. So we know the statement or the proposition P is a wrong proposition. 2 plus 3i is a real number. It's not a 2 plus 3 is a complex number. So it's a wrong proposition. So it has the truth value F. Okay. And the proposition Q is 2 is a rational number, which is a true proposition. So it has the truth value T. Now what about the truth value, or what about the truthfulness of P XOR Q? That is 2 plus 3i is a real number, it is wrong, or
2 is a rational number. It is true, but not both. So that means this is a P XOR Q is a true statement because ഇത് wrong ആണ്, second true ആണ്, but not both. Okay, so the truth value of P XOR Q is true, right? Now next example is, let the proposition P be Kerala is not a state in India. The proposition Q is Barcelona is in United States. Okay, so the exclusive or conjunction is Kerala is not a state in India, or Barcelona is in US, but not both. Okay, അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ പി എന്നുള്ളത് ഇസ് എ കേരള ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഫോൾസ് പ്രൊപ്പോസിഷൻ ആണ്. ബിക്കോസ് കേരള ഇസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, so it's a false proposition, so its truth value will be F. And for Q, Barcelona is in US, it's also a false proposition, so its truth value will be F. So what about the truth value of P XOR Q? Is it a true proposition or not? Kerala is not a state in India, അത് false ആണ്, or Barcelona is in US, അതും false ആണ്, but not both. അപ്പോൾ രണ്ടും എന്താണ്? false ആണ്. ഓക്കെ, അതായത് ഇതും ശരിയല്ല ഇതും ശരിയല്ല, but not both. എന്തായാലും രണ്ടും ശരിയല്ല. ഓക്കെ, so it's a false statement, so truth value will be F. Clear? അതായത് ഇതിൽ Kerala is not a state in India, it's a false statement, and or Barcelona is in US, it's also a false statement. അപ്പോൾ ഇതും ശരിയല്ല ഇതും ശരിയല്ല, but not both. Okay, so the truth value will be F. So we can discuss the truth table of this exclusive or. Okay, that is truth value of P XOR Q. So this is P XOR Q. So if P and Q are T, the truth value of P and Q are T, then truth value of P XOR Q is false, because either P or Q but not both, ഇത് രണ്ടും ശരിയായതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് അർത്ഥം. ഓക്കെ, ഇതിലാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയാവാൻ പാടുള്ളൂ. സോ ടിയും എഫും വരികയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും വരിക. അതായത് P or Q but not both, ഏതെങ്കിലും ഒന്നേ വന്നിട്ടുള്ളൂ. ഇതിലാണെങ്കിലോ തേർഡ് വണ് false, true, that is P or Q but not both. അപ്പോൾ ഇത് മാത്രമേ ശരിയാവുന്നുള്ളൂ, Q മാത്രമേ ശരിയാവുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെയും ട്രൂത്ത് വാല്യൂ എന്തായിരിക്കും? T ആയിരിക്കും. Now ഇത് രണ്ടും ശരിയല്ല. ഓക്കെ, P X O R എന്ന് പറഞ്ഞാൽ P or Q but not both, ഏതെങ്കിലും ഒന്ന് ശരിയാവണം, ഒന്ന് മാത്രമേ ശരിയാവാൻ പാടുള്ളൂ. ഓക്കെ, ഇതിലൊന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് തന്നെ F ആയിരിക്കും വരിക. ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡിസ്ജങ്ഷൻ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി, വേണമെങ്കിൽ രണ്ടും ശരിയാവാം. ഓക്കെ, പക്ഷേ എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? രണ്ട് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ രണ്ട് പ്രൊപ്പോസിഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയാവാൻ പാടുള്ളൂ, ഒന്ന് ശരിയാവണം താനും, എന്നാലാണത് ട്രൂ പ്രൊപ്പോസിഷൻ ആവുക. ഓക്കെ, എക്സാക്ട്ലി വൺ ഓഫ് ദി ടു പ്രൊപ്പോസിഷൻ ഷുഡ് ബി ട്രൂ. അങ്ങനെയാണെങ്കിൽ എന്താവുള്ളൂ? അതിന്റെ ട്രൂത്ത് വാല്യൂ ട്രൂ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടിന്റെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആണെങ്കിൽ, പിയുടെയും ക്യൂടെയും ട്രൂത്ത് വാല്യൂ ട്രൂ ആണെങ്കിൽ നമ്മുടെ ഈ കൺജങ്ഷന്റെ ട്രൂത്ത് വാല്യൂ, ഡിസ്ജങ്ഷന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. എക്സ്ക്ലൂസീവ് ഡിസ്ജങ്ഷന്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, രണ്ടും ഫോൾസ് ആണെങ്കിലും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, എക്സാക്ട്ലി വൺ ഷുഡ് ബി ട്രൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ ഓർഡർ ഇൻമെറ്റീരിയൽ ആണ്, അതായത് നോട്ടായിട്ട് വേണമെങ്കിൽ എഴുതാം, P XOR Q is equal to Q XOR P. Next we have to discuss the basic logical connective negation. Let P be a proposition, then the negation of P is denoted by this symbol.
or this symbol or p bar. Okay, ഈ മൂന്ന് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നെഗേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി പ്രൊപ്പോസിഷൻ, ഇറ്റ് ഈസ് നോട്ട് ദി കേസ് ദാറ്റ് പി, or simply we can say that it is not p. But negation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ negation of p is not p, അല്ലെങ്കിൽ it is not the case that p. Okay, definition is that p be a proposition, the negation of p denoted by tilde p or this p or p bar is the proposition it is not the case that p or simply not p. For example, consider the proposition p January 1 2021 is Monday. Okay, so ഈ ഒരു പ്രൊപ്പോസിഷന്റെ negation എന്തായിരിക്കും? negation p is nothing but it is not the case that January 1 2021 is Monday. അല്ലെങ്കിൽ we can say that January 1 2021 is not Monday. Okay, simply we can write January 1 2021 is not Monday. That will be the negation of p. Okay, another example, all primes are even numbers. The proposition p is all primes are even numbers. When there is negation of p vira. Okay, അപ്പോൾ the proposition p പറയുന്നത് എല്ലാ പ്രൈംസും എന്താണ് ഈവൻ നമ്പേഴ്സ് ആണെന്നുള്ളത്. അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, എല്ലാ പ്രൈം നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ നെഗേഷൻ ഓഫ് പി ഇസ് നോട്ട് പി. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് ഇവിടെ എഴുതാം, അത് നെഗേഷൻ ആണോ അല്ലെന്ന് നോക്കാം. ഓൾ പ്രൈംസ് ആർ നോട്ട് ഈവൻ നമ്പേഴ്സ്. ഓൾ പ്രൈംസ് ആർ നോട്ട് ഈവൻ നമ്പേഴ്സ്. ഇത് നെഗേഷൻ ഓഫ് പി ആണോ അല്ലേ? പി പറഞ്ഞിട്ടുള്ളത് ഓൾ പ്രൈംസ് ആർ ഈവൻ നമ്പേഴ്സ്. സോ ഓൾ പ്രൈംസ് ആർ നോട്ട് ഈവൻ നമ്പേഴ്സ് എന്നുള്ള നെഗേഷൻ ഓഫ് പി ആണോ അല്ലേ? ദിസ് ഈസ് നോട്ട് ദി നെഗേഷൻ ഓഫ് പി, ബിക്കോസ് പി പറയുന്നത് എല്ലാ പ്രൈംസും ഈവൻ നമ്പേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ പ്രൈം ഇസ് നോട്ട് ഈവൻ, അതാണ്. അതായത് എല്ലാ പ്രൈംസും എന്താവണമെന്നില്ല, ഈവൻ അല്ലാതാവണമെന്നില്ല. ഒരു പ്രൈമെങ്കിലും ഈവൻ അല്ലാതെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, അതിന് നെഗേഷൻ ആയി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്താൽ നെഗേഷൻ ആയിട്ട് സം പ്രൈംസ് ആർ നോട്ട് ഈവൻ, ഒരു നോട്ട് ആൻ ഈവൻ നമ്പർ, നോട്ട് ഈവൻ. ഓക്കെ, ഒരു പ്രൈമെങ്കിലും ഈവൻ അല്ലാതെ കിട്ടിയാൽ മതി. എല്ലാ പ്രൈംസും എന്താവണമെന്നില്ല, ഈവൻ അല്ലാതെ ആവണമെന്നില്ല നെഗേഷൻ എന്ന് വരുമ്പോൾ. ഓക്കെ, നോ വാട്ട് അബൌട്ട് ദി ട്രൂത്ത് ടേബിൾ? അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പി എന്നുള്ളത് പി നെഗേഷൻ ഓഫ് പി. ഓക്കെ, ട്രൂത്ത് ടേബിൾ പി ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും, നെഗേഷൻ ഓഫ് പി എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി ട്രൂ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ദിസ് ഈസ് ദി ട്രൂത്ത് ടേബിൾ ഫോർ negation. Okay, now we can discuss a problem. Evaluate the following Boolean expressions where a equal to 2, b equal to 3, c equal to 5 and d equal to 7. So first question is we have to evaluate the this Boolean expression. That is, first question is negation of a greater than b or negation c less than d. Second question is negation b greater than c and negation c less than d. Okay, so here we are given that a equal to 2, b equal to 3, c equal to 5 and d equal to 7. So for this first one we have a greater than b. A greater than b means 2 greater than 3. 2 is greater than 3. It is false, right? So false statement. Therefore we can say that it is false. This statement is false. Therefore negation of a greater than b is true. Clear? Also for this c less than d, c less than d is means c is 5 and d is 7. So c less than d is true because 5 is less than 7. Okay, is true. Therefore negation of c less than d, negation of c less than d is false. Clear? Therefore what about this this statement is true or false? So here we have the truth value of this is
t, that is this is true or this is false. So we have therefore the expression this negation of a greater than b or negation of c less than d is true because ഇതിലൊന്നും എന്താണ് ട്രൂ ആണ്. ഫസ്റ്റ് വൺ ട്രൂ ആണ്, രണ്ടാമത്തെ ഫോൾസ് ആണ്. പക്ഷേ ഇത് ഓർ ആണ് വന്നിട്ടുള്ളത്, ഡിസ്ജങ്ഷൻ ആണ്, അതുകൊണ്ട് ഇത് ട്രൂ ആണ്. ഓക്കെ, സോ ദി വാല്യൂ ഓഫ് ദിസ് ബൂളിയൻ എക്സ്പ്രഷൻ ഇസ് ട്രൂ. Okay, now what about the second question? Second question is b greater than c. What about b greater than c? B is 3 and c is 5. So b greater than the c means 3 greater than 5, which is false. Okay, so this is a false proposition or statement, and therefore a negation of b greater than c is true. Okay, now what about next one, c less than d? C less than d is means that 5 less than 7. So 5 less than 7 is also true. Okay, so negation of c less than d is false. Okay, so the Boolean expression negation of b greater than c and negation of c less than d, what will be the value of this? Okay, b greater than c എന്നുള്ളത് negation of b greater than c true ആണ്, negation of c less than d false ആണ്. പക്ഷെ ഇവിടെ and ആണ് പറഞ്ഞിട്ടുള്ളത്, ഇത് true ആണ്, ഇത് false ആണ്, അതുകൊണ്ട് ഇതെന്തായിരിക്കും, false ആയിരിക്കും വരിക, കാരണം and എന്നുള്ളത് നമുക്കറിയാം. So this is true and this is false, therefore this and this means is false. Okay, so the value of this Boolean expression is false. Okay, so I am here giving you some questions. Please try to do yourself. Okay.